കപ്പൽ അപകടത്തിൽ പരിക്കേറ്റ ഉദ്യോഗസ്ഥരെ കപ്പലിൽ ഉണ്ടായിരുന്ന ജീവനക്കാരെയാണ് ഇപ്പോൾ മംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. രണ്ടുപേരുടെ പരിക്ക് അത് അതീവ ഗുരുതരമാണ് എന്നുള്ളത് ദൃശ്യങ്ങളിൽ തന്നെ കാണാനും സാധിക്കുന്നുണ്ട്. ചേതൻ 18 പേരുമായാണ് മംഗളൂരുവിലേക്ക് പുറപ്പെട്ടത് എന്നുള്ളതാണ് അറിയിക്കുന്നത്. മുൻപ് ചേതൻ പറഞ്ഞതുപോലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമെന്ന് പറഞ്ഞതിനേക്കാൾ കൂടുതൽ ആളുകളെ ഇപ്പോൾ അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് മനസ്സിലാകുന്നത് ചേതൻ? അതെ അസിത, 18 പേരെ വഹിച്ചുകൊണ്ടാണ് 18 കപ്പൽ ജീവനക്കാരെ വഹിച്ചുകൊണ്ടാണ് INS സൂറത്ത് മംഗലാപുരം തുറമുഖത്ത് എത്തിയത്. ഇവരുടെ എമർജൻസി എമിഗ്രേഷൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി 2 ആംബുലൻസുകളാണ് ഈ മംഗലാപുരം AJ ഹോസ്പിറ്റലിൽ നിന്ന് ഈ തുറമുഖത്ത് എത്തിയത്. ഈ 2 ആംബുലൻസുകളായാണ് ഇവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. 5 പേരെയാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഇതിൽ 2 പേരുടെ പരിക്കാണ് ഗുരുതരം. അസിത സൂചിപ്പിച്ചതുപോലെ 18 പേരിൽ 5 പേരുടെ പരിക്കാണ് ഗുരുതരം. ബാക്കി പേരെ പ്രാഥമിക ചില ദേഹപരിശോധനകളും മറ്റും നടത്തിയ ശേഷം പ്രാഥമിക പരിശോധനകളൊക്കെ മറ്റും പൂർത്തിയാക്കി സമീപത്തെ റെസ്റ്റ് ഹൗസിലേക്കോ ഒരുപക്ഷെ സമീപത്തുള്ള 5 സ്റ്റാർ ഹോട്ടലിലേക്കോ ഇവരുടെ താമസം ക്രമീകരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന അനൗദ്യോഗിക വിവരം. പക്ഷേ ഇത് സ്ഥിരീകരിക്കുന്നത് പോലീസാണ്. ഏതാനും സമയങ്ങൾക്കകം പ്രതികരിക്കാമെന്നാണ്. 4 പേര് മാത്രമേ ഇഞ്ചുറി ഉള്ളൂ. ബാക്കി എല്ലാവരും AJ ഹോട്ടലിലേക്ക് AJ ഗ്രാൻഡ് ഹോട്ടലിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. പറയാം എന്താണ് ഇവിടെ അസ്ദ ഇവിടെ ലഭിക്കുന്ന വിവരം അനുസരിച്ച് 4 പേരെയാണ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തത്. മറ്റെല്ലാവരെയും ഹോട്ടലിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അസ്ദ സൂചിപ്പിച്ച പോലെ 18 പേരിൽ മറ്റു പേരെ സമീപത്തുള്ള ഹോട്ടലിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ 2 പേർ ആദ്യം പ്രേക്ഷകർ ദൃശ്യങ്ങൾ കണ്ടതുപോലെ ഈ 2 പേരുടെ പരിക്ക് ഗുരുതരമാണ്. മറ്റു ബാക്കിയുള്ളവർ പരസഹായമില്ലാതെ തന്നെയാണ് ഈ എമർജൻസി വാർഡിലേക്ക് കയറിപ്പോയത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പ്രതികരിക്കാൻ തയ്യാറല്ല എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അവർ ഈ അപകടമുണ്ടായതിനു ശേഷം ഈ രക്ഷാപ്രവർത്തനത്തെ ഒടുവിൽ ഇപ്പോൾ മംഗലാപുരത്തെ AJ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആശുപത്രിയിൽ 2 പേരുടെ പരിക്ക് ഗുരുതരമാണ് എന്നുള്ളത് ചേതൻ തന്നെ പറയുന്നു. ദൃശ്യങ്ങളിൽ അത് പ്രകടമായി നമ്മൾ കണ്ടതുമാണ്. ഇവർക്കൊക്കെയും വലിയ തരത്തിൽ പൊള്ളലേറ്റിട്ടുണ്ട് ചേതൻ. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് സ്വാഭാവികമായും ഒരു അപകടം ഉണ്ടാകുകയും അതിന്റെ വ്യാപ്തി വലുതാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം ജീവൻ രക്ഷിക്കുക എന്നുള്ള ലക്ഷ്യം മുന്നിൽ കണ്ട് ഇവരൊക്കെ കടലിലേക്ക് ചാടിയ ആളുകളാണ്. പക്ഷേ ആദ്യഘട്ടത്തിൽ തന്നെ ഇവർക്ക് ഇത്രമാത്രം ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഉണ്ടായ അപകടത്തിന്റെ വ്യാപ്തി അത്രമാത്രം വലുതാണ് എന്നുള്ളത് കാണണം ചേതൻ. ആ സാഹചര്യത്തിൽ കൂടിയാണ് 4 പേരെ ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല എന്നുള്ള സങ്കടകരമായ സത്യം കൂടി നമ്മൾ ഓർക്കുന്നത്. തീർച്ചയായും അസിത സൂചിപ്പിച്ചതുപോലെ തന്നെ നിർവചിക്കാൻ പറ്റാത്തത്ര വ്യാപ്തിയുള്ള ഒരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ഈ തീപിടുത്തം ഉണ്ടായതിനു ശേഷം ഒരുപക്ഷെ ഇവർ അത് അണയ്ക്കുവാനുള്ള ശ്രമിച്ചിരിക്കാം. പക്ഷേ തങ്ങളുടെ കയ്യിൽ നിൽക്കില്ല എന്ന അവസാന നിമിഷം ബോധ്യപ്പെട്ട ശേഷമാകാം ഒരുപക്ഷെ ചില പരിക്കുകളൊക്കെ ഏറ്റു ഇത് തങ്ങളെ കൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമാകാം ഇവരൊക്കെ കടലിൽ ചാടാൻ തീരുമാനിച്ചത്. ഒരുപക്ഷെ സേഫ്റ്റി ജാക്കറ്റൊക്കെ ധരിച്ചായിരിക്കും ഇവർ കടലിൽ ചാടിയിട്ടുണ്ടാവുക. അതിനു വേണ്ടിയുള്ള ട്രെയിനിങ് ഒക്കെ ഇവർക്ക് ലഭിച്ചിട്ടുണ്ടാവാം. പക്ഷേ എങ്കിലും നമ്മളെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്ന കാര്യം ആ 4 പേരെയാണ്. ഇനിയും ഈ 22 കപ്പൽ ജീവനക്കാരിലെ 4 പേരെയും ഇനിയും കണ്ടെത്തുവാനുണ്ട്. ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. ഇന്നത്തെ പ്രതികൂല കാലാവസ്ഥയും അതുപോലെ തന്നെ ഈ കണ്ടെയ്നർ ഒഴുകി നടക്കുന്നതൊക്കെ കാരണം ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. നാളെ രാവിലെ മുതൽ തെരച്ചിൽ വീണ്ടും ആരംഭിക്കുന്നതായിരിക്കും. ഈ 4 പേരെയും ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ പരിക്കേറ്റവരെ ഇങ്ങോട്ട് മംഗലാപുരം തുറമുഖം വഴി ഈ മംഗലാപുരത്തെ AJ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരിൽ 2 പേരുടെ പരിക്ക് അതീവ ഗുരുതരമാണ്. തീരെ എണീറ്റ് നടക്കാൻ ഇവിടെ എത്തുമ്പോൾ തന്നെ ഞാൻ കണ്ടിരുന്നു അവർ ബോധരഹിതരാണ്. ബോധമുണ്ടായിരുന്നില്ല. മുഖത്തൊക്കെ സാരമായ പരിക്കേറ്റിട്ടുണ്ട്. മുഖത്തും കൈക്കും കാലിനും സാരമായി പരിക്കേറ്റിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് കാഴ്ചയിൽ തന്നെ വളരെ വ്യക്തമാണ്. എന്നാൽ മറ്റു 3 പേരുടെ പരിക്ക് അത്ര സാരമുള്ളതല്ല. അവർ പരസഹായം ഇല്ലാതെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഈ 3 പേരിൽ ഒരാളുടെ മുഖത്തൊക്കെ സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പോലീസിനോട് കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ചപ്പോൾ ഇപ്പോൾ പ്രതികരിക്കാൻ തയ്യാറല്ല എന്നാണ് പോലീസുകാർ പറഞ്ഞത്. ഒരുപക്ഷെ അവർക്കും വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ടായിരിക്കും. പ്രത്യേകിച്ചും ഈ പരിക്കിന്റെ വ്യാപ്തിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആശുപത്രി അധികൃതരിൽ നിന്നും തേടിയ ശേഷമായിരിക്കണം പോലീസിന്റെ പ്രതികരണം വരിക എന്നുള്ളത് നമുക്ക് കരുതാം ചേതൻ. സാധാരണ നിലയിൽ ഇത്തരമൊരു അപകടം ഉണ്ടാകുകയും അത് വലിയ തരത്തിൽ രാജ്യം തന്നെ ശ്രദ്ധിക്കുന്ന തലത്തിലേക്ക് മാറുകയും ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചികിത്സയുടെ അടക്കം വിശദാംശങ്ങൾ ആശുപത്രി പ്രസ് റിലീസായൊക്കെ അറിയിക്കാറുണ്ട്. ഇവിടെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ട് മിനിറ്റുകൾ മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷേ
ക്ഷമിക്കണം, പ്രാഥമികമായ വിവരം ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് ഒരുപക്ഷെ റിലീസായൊക്കെ അല്പസമയത്തിനകം തന്നെ പ്രതീക്ഷിക്കാമല്ലേ? തീർച്ചയായും വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഈ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയവരുടെ പേര് വിശദാംശങ്ങളടക്കം പുറത്തു വരും എന്നാണ് നമ്മൾ പുറത്തു വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവരുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ ചൈനീസ് സ്വദേശികളും അതുപോലെ തന്നെ ബർമ സ്വദേശികളും മ്യാൻമർ സ്വദേശികളും ഇന്തോനേഷ്യ സ്വദേശികളടക്കം ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ 18 പേരിൽ 5 പേരുടെ പരിക്കാണ് 5 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാവുന്നത് ഇവരുടെ രക്ഷാപ്രവർത്തനമൊക്കെ ഏകോപിപ്പിച്ച ഈ കോസ്റ്റ് ഗാർഡ് ജീവനക്കാരുടെയും നേവി ഉദ്യോഗസ്ഥരെയുമാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അവരുടെ മെഡിക്കൽ സംഘമാണ്. കോസ്റ്റ് ഗാർഡിൻ്റെയും ഇന്ത്യൻ നേവിയുടെയും മെഡിക്കൽ സംഘമാണ് ദൃശ്യങ്ങൾ കാണുന്നത്. ഇവരാണ് മംഗലാപുരത്തെ തുറമുഖത്ത് എത്തിച്ച ശേഷം ഇവർക്ക് ഫസ്റ്റ് എയ്ഡ് പ്രാഥമിക ചികിത്സ നൽകിയത്. അവരിപ്പോൾ പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം ഈ രോഗികൾ ഈ പൊള്ളലേറ്റവരെ അഡ്മിറ്റ് ചെയ്തതിനു ശേഷം തിരിച്ച് അവരുടെ ക്യാമ്പിലേക്ക് മടങ്ങിപ്പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇന്ത്യൻ നേവിയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും വൈദ്യ സംഘമാണ് ഇപ്പോൾ അവരുടെ ദൗത്യം വളരെ ഭംഗിയായി നിർവഹിച്ച് ഈ ആശുപത്രിയിൽ നിന്ന് അവരുടെ ക്യാമ്പിലേക്ക് മടങ്ങുന്നത്. ഏതായാലും വളരെ കൃത്യമായ ഒരു ഏകോപനം ഇക്കാര്യത്തിൽ ഉണ്ടായി എന്ന് വേണം നമുക്ക് പറയുവാൻ. പ്രതീക്ഷയിലും 1 മണിക്കൂർ വൈകിയാണ് ഇങ്ങോട്ടേക്ക് INS സൂറത്ത് കപ്പൽ എത്തിയത്. ഈ കപ്പൽ എത്തിയ ഉടനെ തന്നെ ഇവരുടെ മറ്റ് എമിഗ്രേഷൻ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ച് ഈ 5 മിനിറ്റിനകം തന്നെ ഇവരെ ഈ മംഗലാപുരം AJ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവർക്ക് വേണ്ട മറ്റ് പ്രാഥമിക ചികിത്സകളൊക്കെ നൽകി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ പുറത്തു വരാനുള്ളത് ഇവർ പരിക്കേറ്റവരുടെ പേര് മറ്റ് ഡീറ്റെയിൽസുകളും ഈ പരിക്കേറ്റവരുടെ സാഹചര്യം എങ്ങനെയാണ് ഈ കപ്പലിന് ഇത്തരം തീപിടുത്തം ഉണ്ടായതെന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ ഈ പരിക്കേറ്റവർ കാണുവാനുള്ള സാധ്യത വളരെ കുറവാണ്. പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇവർ വിദേശ പൗരന്മാരാണ്. അതുമാത്രമല്ല ഈ കപ്പലിൽ തീപിടുത്തം ഉണ്ടായതിനു ശേഷം ഇന്റേണൽ എൻക്വയറി ഈ കമ്പനി തന്നെ നടക്കുന്ന ആഭ്യന്തര അന്വേഷണം വരും ദിവസങ്ങളിൽ ഉണ്ടാകും. ഇതിൽ മൊഴി കൊടുക്കേണ്ടതിനാൽ നാളെയോ വരും ദിവസങ്ങളിൽ മാധ്യമങ്ങളെ കാണാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. ഏതായാലും നമ്മളിപ്പോൾ ഇവിടെ ആശുപത്രിയിലാണുള്ളത്. നാളെ മുതൽ ഇവരുടെ മെഡിക്കൽ ബുള്ളറ്റിനൊക്കെ അറിയാം. നിലവിൽ ഈ പരിക്കേറ്റവരിൽ 2 പേരുടെ ആരോഗ്യ അവസ്ഥയാണ് അതീവ ഗുരുതരമായി തുടരുന്നത്. ഇവരുടെ ശരീരം മൊത്തം പൊള്ളലേറ്റിട്ടുണ്ട്. തലയ്ക്കും കൈക്കും കാലിനും അടക്കം പൊള്ളലേറ്റിട്ടുണ്ട്. മറ്റ് 3 പേരുടെ അത്ര പരിക്ക് ഗുരുതരമല്ല. ഇവർ പരസഹായമില്ലാതെയാണ് നടന്നു പോയത്. ഇതിൽ ഒരാളുടെ പരിക്ക് മാത്രമാണ് ഈ തലയ്ക്ക് മുഴുവനായും പരിക്കേറ്റിട്ടുണ്ട്. മറ്റു പേർക്ക് പറയത്തക്ക കാഴ്ചയിൽ കാണുന്ന അത്ര പരിക്ക് ഇല്ല. ഏതായാലും പ്രേക്ഷകർ ഇപ്പോൾ ദൃശ്യങ്ങളിൽ മുൻപ് അവിടെ നിന്ന് ചില ആളുകളുടെ പ്രതികരണങ്ങളിൽ നിന്നും ചേതൻ പറഞ്ഞിരുന്നു മറ്റുള്ളവരെ ഒരു ഹോട്ടൽ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം എന്നുള്ളത്. അപ്പോൾ ഇനി ആരെയും ആശുപത്രിയിലേക്ക് എത്തിക്കാനില്ല എന്ന് തന്നെ കരുതാമല്ലേ ചേതൻ? അതെ 18 പേര് അടങ്ങുന്ന സംഘമാണ് ഈ മംഗലാപുരം തുറമുഖത്തേക്ക് എത്തിച്ചേർന്നത്. ഇവർ 5 പേരുടെ പരിക്കാണ് ഗുരുതരമായി തുടരുന്നത്. ഈ 5 പേര് ഈ AJ ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ട്. മറ്റു പേരെ ഒരു പരിക്കൊന്നുമില്ല. എങ്കിലും ആവശ്യമായ ഈ രക്തസമ്മർദ്ദം അടക്കമുള്ള ചില പ്രാഥമിക ദേഹപരിശോധന ഒക്കെ നടത്തിയ ശേഷം ഇവരുടെ സമീപത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റി എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ പരിക്കേറ്റ 5 പേർക്ക് അവരുടെ ഇന്ത്യൻ നേവി മെഡിക്കൽ സംഘം പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം ഇവിടെ AJ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയ ശേഷം അവരുടെ ദൗത്യം വളരെ ഭംഗിയായി പൂർത്തീകരിച്ച് അവരുടെ ക്യാമ്പിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഏതായാലും പരിക്കേറ്റ എല്ലാവരെയും ഈ മംഗലാപുരം AJ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ആരെയും വരാനില്ല എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. ബാക്കി പേരെ മറ്റ് സമീപത്തുള്ള ഹോട്ടലിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്
ഈ കപ്പൽ ഇങ്ങനെ കത്തുവാനുള്ള സാഹചര്യവും അതുപോലെ തന്നെ എങ്ങനെ തീപിടിച്ചു, ഈ 4 കാണാണ്ടായ ഈ കടലിൽ ചാടിയ 4 പേർ അവർക്ക് എന്ത് സംഭവിച്ചു, അവർക്ക് വേണ്ടിയുള്ള നാളത്തെ പരിശോധന, ഇതൊക്കെയായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ ചർച്ചയാവുന്നത്. അസിത, തീർച്ചയായും ചേതൻ സജനാണ് മംഗളൂരുവിലെ AG ആശുപത്രിയുടെ മുന്നിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കപ്പൽ ദുരന്തത്തിൽ കപ്പൽ കത്തുകയായിരുന്നു. ആ അപകടത്തിൽ പരിക്കേറ്റ കപ്പലിലുള്ള ജീവനക്കാരിൽ 18 പേരെയാണ് രക്ഷാദൗത്യ സംഘം മംഗളൂരുവിലേക്ക് എത്തിച്ചത്. അവിടെ നിന്നും ഗുരുതരമായി പരിക്കേറ്റ 5 പേരെ ഇപ്പോൾ മംഗളൂരുവിലെ AG ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മറ്റുള്ളവരെ പ്രാഥമികമായ പരിശോധനകൾക്കും ചികിത്സയ്ക്കും ശേഷം ഹോട്ടലുകളിലേക്ക്, അവരെ താമസിപ്പിക്കാനായി ഹോട്ടലുകളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 5 പേരിൽ 2 പേരുടെ പരിക്ക് ഗുരുതരമാണ്, സാരമുള്ളതാണ്, സാരമായി പൊള്ളലേറ്റിട്ടുണ്ട്. അവർക്ക് പ്രാഥമികമായി ചികിത്സകൾ ഇപ്പോൾ ആശുപത്രി അധികൃതർ നൽകി വരുന്നു. അല്പസമയത്തിനകം തന്നെ മെഡിക്കൽ ബുള്ളറ്റിൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോലീസിന്റെ പ്രതികരണവും ഔദ്യോഗികമായ ചില സ്ഥിരീകരണങ്ങളും ഈ വിഷയത്തിൽ കാത്തിരിക്കുകയാണ്.